തകർത്തു. അവൾ എഡിറ്റ് ചെയ്ത ഷിംഷിദ എന്ന ആ മാനസിക രോഗി എഡിറ്റ് ചെയ്ത 4 മിനിറ്റത്തെ വീഡിയോ, ആ വീഡിയോ അവൾ ഒരാളുടെ ക്യാരക്ടർ അറിയാതെ അവൾ എഡിറ്റ് ചെയ്ത് അതിലേക്ക് ആഡ് ചെയ്തത് അവളുടെ മസാല തന്ത്രങ്ങളായിരുന്നു സുഹൃത്തുക്കളെ. റീച്ചിന് വേണ്ടി അവൾ ഉണ്ടാക്കി, അവൾ ക്രിയേറ്റ് ചെയ്ത ആ വീഡിയോ, ഒരൊറ്റ വീഡിയോ ആണ് നമ്മുടെ പ്രിയ സുഹൃത്ത് ദീപകിന്റെ മരണകാരണം. ഇത് ആത്മഹത്യ അല്ല സുഹൃത്തുക്കളെ, ഇത് ബ്രൂട്ടൽ മർഡർ ആണ്, മർഡർ. ദീപക് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ അതൊരു സാധാരണ നിമിഷം മാത്രം, പക്ഷെ അത് ഒരാളുടെ ജീവിതം അവസാനിപ്പിക്കേണ്ടി വരുന്ന നിമിഷങ്ങളായി മാറുമെന്ന് ആരും കരുതിയിരുന്നില്ല. ദീപക് പോലും കരുതിയിരുന്നില്ല. യാത്ര അവസാനിപ്പിച്ച് വീട്ടിലെത്തിയ ദീപകിന്റെ സുഹൃത്തുക്കൾ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ മാത്രമാണ് ദീപക് അനുഭവിച്ച മാനസിക അവസ്ഥ എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രിയപ്പെട്ട ദീപക് മരിച്ചത് വെറും ഒരു റോപ്പ് കൊണ്ട് മാത്രമല്ല സുഹൃത്തുക്കളെ, അവന്റേത് ഒരു ആത്മഹത്യയുമല്ല. ദീപക്കിനെതിരെ പ്രചരിപ്പിച്ച ആ എഡിറ്റ് ചെയ്ത, ക്രിയേറ്റ് ചെയ്ത ആ ഒരു വീഡിയോ ആണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ആ വീഡിയോ നാളെ നിങ്ങളാകാം, അല്ലെങ്കിൽ ഞാനാകാം, മറ്റാരെങ്കിലും ആകാം. ഇതൊരു തുടർക്കഥയായി വീണ്ടും നമ്മുടെ കേരളത്തിൽ ഉണ്ടാകും. കാരണം ഷിംഷിദ എന്ന മാനസിക രോഗികൾ വാഴുന്ന നമ്മുടെ കേരളത്തിൽ ഇതൊരു തുടർക്കഥയായി മാറും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. അവളെപ്പോലുള്ളവരെ നമ്മൾ കടിഞ്ഞാണിടണം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കടിഞ്ഞാണിടണം. അതിനെതിരെ നമ്മൾ ശക്തമായി പ്രതികരിക്കണം. നമ്മൾ സോഷ്യൽ മീഡിയയിലേക്ക് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ 1000 വട്ടം ചിന്തിക്കണം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ഇത് വൈറലാകുമോ എന്നല്ല, ഒരാളെ കൊല്ലുമോ എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരാളുടെ ആത്മഹത്യക്ക് ഇത് കാരണമാകുമോ എന്ന് നമ്മൾ 1000 വട്ടം ചിന്തിക്കണം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ദീപക് ആത്മഹത്യ ചെയ്തതല്ല സുഹൃത്തുക്കളെ, അവനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടതാണ് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് അവന്റെ ക്യാരക്ടറിനെ മനസ്സിലാക്കാതെ ഒരു സാധാരണ മനുഷ്യനെ മരണത്തിലേക്ക് പറഞ്ഞയച്ച ഷിംഷിദ എന്ന മാനസിക രോഗിക്ക് എന്റെ പ്രതികരണമാണ്